رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ മഹാജനസംഗമത്തിന്റെ വേദിയെ നിയന്ത്രിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മഹാസംഗമത്തിൽ പങ്കുചേരാൻ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സദസ്സിലും വേദിയിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഈ മഹാസാഗരത്തിന്റെ മണൽത്തിട്ടയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ തന്നെ ആത്മനിയന്ത്രണത്തിന്റെ പുതിയ ബാലപാഠങ്ങൾ ആധുനിക ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു സദസ്സൊരുക്കിയ മഹാസാഗരത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് നിർമ്മാണാത്മകമായി ഇടപെടാനുള്ള ഒരു തീരുമാനത്തിന്റെ തുടക്കമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിൽ കേരള മണ്ണിൽ നിന്നും ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് വ്യാപിക്കാൻ പോകുന്നത്. ഇസ്ലാം ലോകത്തേക്ക് കടന്നു വന്നത് ഭൂമിയുടെ സെൻട്രൽ പോയിന്റായി തീർന്നിട്ടുള്ള മക്കയിൽ നിന്നുകൊണ്ടാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ വെളിച്ചം ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു സൗദി അറേബ്യയിൽ നിന്ന്. ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹു. ഭൂമിയുടെ സെൻട്രൽ പോയിന്റായ മക്കയിൽ നിന്ന് പ്രവാചകനിലൂടെ ലോകത്തിന് കിട്ടിയ മഹാവെളിച്ചത്തെ ജീവഗന്ധിയാക്കി മാറ്റിയ മഹാപ്രബോധകന്മാരുടെ വഴിത്താരകൾ ഓർത്തുകൊണ്ട് ഉജ്ജ്വലമായ നവോത്ഥാനത്തിന്റെ പാതയിൽ ചരിത്രരേഖകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു മഹാപ്രബോധന സംരംഭത്തിന്റെ തുടക്കത്തിലാണ് ആധുനിക ലോകത്തിലെ മീഡിയകൾ ഉപയോഗിച്ച് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പങ്കെടുക്കുന്ന ശാസ്ത്രങ്ങളെ സാക്ഷി നിർത്തി നാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിന്റെ അവസരമല്ല ഇത് എന്ന വ്യക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ ഈ പുരുഷാരത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ വിചാരിക്കുന്നത്. മഗ്രിബും ഇശാവും നമ്മളിവിടെ മനോഹരമായി കൃത്യമായ സഫുകളൊരുക്കി ഇവിടെ നമസ്കാരം നടന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. സൂറത്ത് ഹശറിൽ 59-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം മുതൽ ഓതിത്തീർത്ത വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ആന്തരികമായ സത്തകളെ അർത്ഥമറിയാവുന്നവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് സഫിൽ നിന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലോകത്തിന്റെ തമ്പുരാൻ ഈ കാണുന്ന സാഗരത്തിലെ തിരമാലകളെ എംവിധമാണോ മാനവരാശിക്ക് വേണ്ടി സംവിധാനിച്ചത്, എണ്ണിക്കണക്കാക്കാനാവാത്ത നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടി ഈ മണൽ പ്രദേശങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ സാധ്യമല്ലാത്ത മണൽത്തരികളെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന്റെ പിന്നിൽ ഈ വിഷ്ടത്തിനൊരു മറുപടിയുണ്ട്. ലോകത്തിന്റെ സൃഷ്ടാവ്, അധീശാധികാരി, പ്രപഞ്ചനാഥൻ, റബ്ബുൽ ആലമീൻ, ഉടയതമ്പുരാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ലോകത്തിന്റെ സർവശക്തനായ നാഥൻ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, ഇവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള വ്യാവസായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള സൗദി അറേബ്യയിലെ രാജകുടുംബത്തിൽ നിന്നുള്ള വ്യക്തികൾ ഉൾപ്പെടെ വിശിഷ്ടാതിഥികൾ ഇവിടെ വന്നുപോയല്ലോ. ആദം സന്തതികളാണ് ലോകത്തിലെ എല്ലാവരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നാം നമ്മുടെ പ്രബോധന സംരംഭത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു
പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് ട്രാഫിക് രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹെൽമറ്റ് വെക്കാത്തവരെ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരെ കാത്ത് ഏതെങ്കിലും ഒരു റോഡിന്റെ കോർണറിൽ നിന്നാൽ അതുവഴി കടന്നു പോകുന്ന ടൂ വീലറുകാരനും ഫോർ വീലറുകാരനും ലൈറ്റിട്ട് കാണിച്ചു കൊടുക്കും. വരുന്നവനെ ജാതിയും മതവും നോക്കാതെ, അവന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ തള്ളിച്ചകൾ നോക്കാതെ, അവന്റെ ആദർശത്തിന്റെ വൈരുദ്ധ്യതകളെ നോക്കാതെ അവന് ലൈറ്റിട്ട് കാണിച്ചും കൈ ആംഗ്യം കാണിച്ചും ഒരു സിഗ്നൽ നൽകുന്ന പോലീസുകാരുണ്ട്. ഹെൽമറ്റ് ഇടാത്തവരെ ശ്രദ്ധിക്കണേ, ലൈസൻസ് ഇല്ലാത്തവരെ ശ്രദ്ധിക്കണേ, RC ഇല്ലാത്തവരെ ശ്രദ്ധിക്കണേ, വണ്ടി കളവിൽ പിടിച്ചുകൊണ്ടുവന്ന് ഓടിക്കുന്നവരെ ശ്രദ്ധിക്കണേ എന്നൊരു സിഗ്നലില്ലേ അവിടെ? സ്നേഹത്തിന്റേതായ ഒരു സിഗ്നൽ, സൂക്ഷ്മത പുലർത്താൻ ആവശ്യപ്പെടുന്ന ഒരു സിഗ്നലില്ലേ അവിടെ? കാലാന്തരങ്ങളായി അമ്പിയാക്കൾ ലോകത്ത് വന്ന് നിർവഹിച്ച വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല എന്ന് വിശുദ്ധ ഖുർആനിലെ 35 24 ഖുർആനിലെ 16 അധ്യായം 36 വചനത്തിലും ഖുർആനിലെ 28 അധ്യായം 34 വചനത്തിലും വിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം 158 വചനത്തിലും ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമ്പിയാക്കളുടെ അണമുറിയാത്ത പ്രവാഹം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുണ്ടായി. ഏതസ്മിൻ നംദരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമത് ഇതിക്കാതെ ശിഷ്യശാഖ സമുന്നിതം എന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പ്രവചിച്ച പ്രവാചക തിരുമേനിയുടെ വരവ് വരെ ഖാത്തിമുൻ നബിയായി, അന്തിമ പ്രവാചകനായി 33 അധ്യായം 40 വചനത്തിൽ പറഞ്ഞ പ്രവാചക തിരുമേനിയുടെ വരവ് വരെ ആ പ്രവാചക ശൃംഖല തുടർന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 18 അധ്യായത്തിലെ 4 അധ്യായം 7-8 ശ്ലോകത്തിൽ പറഞ്ഞത്, ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കൊടികുച്ചു വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ലോകത്ത് ആത്യന്തികമായ സനാതനധർമ്മം എന്ന് സ്വാമി വിവേകാനന്ദൻ ഹിന്ദുമതത്തെ വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനകളിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത്, ചിരന്തരമായി നിലനിൽക്കുന്നത്, നശിക്കാത്തത്, നശിപ്പിക്കാനാവാത്തത് അതാണ് സനാതനധർമ്മം എന്നാണ്. സനാതനധർമ്മം പകർന്നു നൽകുന്നത് പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യനല്ല. മനുഷ്യന് പഞ്ചേന്ദ്രിയ പരിമിതികളുണ്ട്, മനുഷ്യന് പശ്ചവാദിത്വങ്ങളുണ്ട്, മനുഷ്യന് കക്ഷിത്വങ്ങളുണ്ട്, മനുഷ്യന് അവന്റേതായ കൗടംബിക ഭാവങ്ങളുണ്ട്, മനുഷ്യന് അവന്റേതായ അഹംബോധങ്ങളുണ്ട്. അതിനപ്പുറത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, ഈ ദൃശ്യവിസ്മയങ്ങളെ ഒരുക്കിയ പടച്ച തമ്പുരാൻ, വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, അല്ലാഹനെ ധാരാളമായി ഓർത്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മിക്ക ജില്ലകളിലും ആകാശത്തിൽ ഘനീഭവിച്ച കാർമേഘ കീറുകളിൽ നിന്ന് മാഅൻ സജ്ജാജ കുത്തിയൊഴുകുന്ന വലിയ വലിയ ശക്തിപ്രവാഹങ്ങളായി ഗട്ടറുകൾ വെള്ളം നിറഞ്ഞൊഴുകി, ഓവുചാലുകൾ വെള്ളം കൊണ്ട് നിറഞ്ഞു. നമ്മുടെ ഹൈവേ റോഡുകൾ പോലും ആയിരക്കണക്കിന് കുഴികൾ നിർമ്മിച്ചുകൊണ്ട് ആ വെള്ളം കടന്നുപോയപ്പോ ഓർമ്മയുടെ മണിച്ചപ്പിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യരെ സാക്ഷ്യം നിർത്തി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം കളമൊരുക്കിയ ആത്മാർത്ഥ ബോധത്തിന്റെ കൂട്ടായ്മയെ നാഥൻ സഹായിച്ചില്ലെങ്കിൽ ആരെയാ നാഥൻ സഹായിക്കുക? ശുക്ർ ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, അള്ളാഹുവിനെ വാഴ്ത്തുവാൻ. മുസൽമാനെ, ഈ സ്റ്റേജിലിരുന്ന് സുജൂദ് നമിച്ചപ്പോ ഓർക്കണം, ഈ കോഴിക്കോട് ബീച്ച് ഗാനമേളകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകാം, സിനിമാ ആളുകളുടെ സംഗമത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകാം, വലിയ വലിയ ആത്മീയ സംഘങ്ങളുടെ സമ്മേളനങ്ങൾക്ക് ഈ വേദി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ അനന്തവിസ്തൃതമായ ആകാശഭൂമികളെ അണിയിച്ചൊരുക്കിയ സകല ദൃശ്യപ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥന്റെ മുമ്പിൽ ശിരസ് കുനിക്കുന്ന അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജ് 22 അധ്യായം 18 വചനമാണ്. മാധവനും സുരേന്ദ്രനും ദേവദാസനും ലോകത്തെ എല്ലാ ജാതിമത ഭേദമന്യേ സകല മനുഷ്യർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഖുർആനിന്റെ വചനം അവർ കാണുന്നില്ലേ? ഈ സാഗരത്തെ സാക്ഷ്യം നിർത്തി സഹോദരങ്ങളെ, നാം ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചു പോകും. അതാണല്ലോ ഇശാ നമസ്കാരത്തിന്റെ റക്കായത്തുകളിൽ സൂറത്തുൽ ലുഖ്മാനിലെ 34 വരെയുള്ള വചനം ആവർത്തിച്ച് ഇമാം ഓതിയത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്
നാളെ ഇവിടെ ആര് മരിക്കുമെന്ന്, എവിടെ വെച്ച് മരിക്കുമെന്ന്, എന്ത് സംഭവിക്കുമെന്ന് ലോകത്തൊരാൾക്ക് പറയാനാവില്ല, പ്രവചിക്കാനാവില്ല. ആളുകൾ മരിച്ച് കസേരകൾ കാലിയായി. ആ കസേരയിൽ ഇരുന്നവർ 6 അടി മണ്ണിൽ അഭയം തേടി. അവരുടെ കവിൾത്തടങ്ങൾ വണ്ടുകൾ കാർന്നു തിന്നു. അവരുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകും. അവരുടെ തലമുടികൾ മണ്ണിന്റെ ഭാഗമാകും. അവരുടെ ഹാർട്ട് മണ്ണിന്റെ ഭാഗമാകും. അവർ ചെയ്ത ഒരു പിടി അമലുകളല്ലാതെ അവരിരുന്ന കസേരകൾ അടുത്ത തലമുറകൾ അനന്തരമെടുക്കും. രാജകൊട്ടാരങ്ങളിൽ ആരൊക്കെയോ പിന്നീട് വരും. ഭഗവത്ഗീത പറഞ്ഞ പോലെ ഈ മണ്ണ് ഇന്നലെ ആരുടേതോ ആയിരുന്നു, ഇന്ന് നാം അത് അനന്തരമെടുത്തു. നാളെ ഇത് മറ്റൊരാളുടേതാകും. നാം ഉണ്ടാക്കിയ 1 കോടിയുടെ വീട് നാളെ മനുഷ്യന്മാർ അനന്തരമെടുക്കും. നാം സഞ്ചരിച്ച ഓടി കാറ് നാളെ വേറൊരു ദുർബലൻ ഓടിക്കേണ്ടി വരും. നാം നയിച്ച ഓഫീസിന്റെ ചുക്കാൻ അത് നാളെ വേറൊരാൾ പിടിക്കും. മനുഷ്യരെ, ഈ കോഴിക്കോട് കടപ്പുറത്തെ മനുഷ്യരെ, വിഷൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആയിരങ്ങളെ സാക്ഷ്യം നിർത്തി ഞാൻ പറയട്ടെ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാപ്രബോധനത്തിന്റെ മഹാപ്രവാഹമായി ഇൻഷാ അല്ലാഹ് ദുർബല മനുഷ്യരുടെ അതിശക്ത വിശ്വാസത്തിന്റെ ഒരു പുതിയ കെട്ടുറപ്പുള്ള കെട്ടിടത്തെ ലോകത്ത് വാർത്തെടുക്കാൻ ഈ സമൂഹത്തിന് സാധ്യമാകുമാറ് എനിക്ക് സമയം വളരെ കുറവാണെങ്കിലും എല്ലാവർക്കും നൽകപ്പെട്ട സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ ഞാനും നിങ്ങളും സെപ്പറേറ്റ് പ്രബോധകരില്ല. ഞാനും നിങ്ങളും ഒക്കെ പ്രബോധകരാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. മനുഷ്യരൊക്കെ ജാതിയും മതവുമില്ലാതെ പറഞ്ഞു വിശുദ്ധ ഖുർആൻ. എല്ലാ മനുഷ്യരും വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്ത് ചെയ്യുകയും പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുകയും, അരുത് ബാല, അരുത് സുരേന്ദ്ര, അരുത് ഗണേശ, ശാരദ കുട്ടി, അരുത്, ഈ പ്രവർത്തനം ശരിയല്ല, ബഷീറെ, സുബൈറെ, ഖാദറെ, ഇത് അനുവദനീയമല്ല. ഈ മദ്യത്തിന്റെ കള്ളുഷാപ്പിന്റെ മുമ്പിലെ ഈ 1 ക്യൂ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇതിന്റെ പിന്നാലെ പോയപ്പോ അനവധി വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരെ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നു. വിഷൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിലൂടെ മദ്യപാനികളുടെ വിമോചനം ഈ സമ്മേളനത്തിന്റെ മഹാ അന്തസത്തയിൽ ഉൾപ്പെട്ടതാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ വിമോചനം ഈ സമ്മേളനത്തിന്റെ മഹാസംവിധാനമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ ഇരുന്നപ്പോ ഞാനൊരു കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. സാർ, ഈ വിഷൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങളൊരു വാഹന പെർമിഷൻ നൽകണം. എന്തിനു വേണ്ടി? മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ ശബ്ദിക്കാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആയിക്കോളൂ, എന്ത് സൗകര്യമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? നിങ്ങളുടെ കാര്യം എഴുതി ഒരു കടലാസ് സമർപ്പിക്കൂ, അനുവാദം ഞങ്ങൾ തരും, ലോകത്ത് നിങ്ങളുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ അംഗീകാരം തരും എന്ന് ആഭ്യന്തരമന്ത്രി ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അമ്മമാരുടെ തീരാത്ത കണ്ണീരുകൾക്ക്, ഭാര്യമാരുടെ തോരാത്ത ദുഃഖങ്ങൾക്ക്, മക്കളുടെ തീരാത്ത കഥകൾക്ക് അറുതി വരുത്താൻ ഈ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന് സാധിക്കും എന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇസ്ലാമിക ലോകത്തോട്, ഇസ്ലാമിക സമൂഹത്തോട് വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. ജാതിയും മതവും നോക്കിയല്ല, ലോകവും കാലവും നോക്കിയല്ല, മനുഷ്യർക്ക് നന്മ പ്രകാശനം ചെയ്യാൻ, മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ അനിവാര്യമായ ചില സംവിധാനങ്ങൾ. ഡോക്യുമെന്ററി കേട്ടു നിങ്ങളിവിടെ, 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഡോക്യുമെന്ററിയിൽ പറയുകയുണ്ടായ ഒരുപാട് കാര്യങ്ങൾ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇല്ല സഹോദരങ്ങളെ, പരസ്പരമുള്ള സമൂഹത്തോടുള്ള അതീവമായ നമ്മുടെ ഗുണകാംക്ഷയെ 3 ബന്ധങ്ങളാണ് ലോകത്ത് മനുഷ്യർക്ക് നിർവഹിക്കാനുള്ളത്. അതിലൊന്ന് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവും അവനും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. മൂന്നാമത്തേത് മനുഷ്യരും ഈ പ്രപഞ്ചവും തമ്മിലുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ താളങ്ങളിലും ഈ പ്രപഞ്ചത്തിന്റെ ഓളങ്ങളിലും ഒരു സർവശക്തനായ പടച്ചവന്റെ കൃത്യമായ തീരുമാനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇൻ തൻസുറുക്കും അല്ലാഹു യൻസുറുക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. സയദ് റളിയല്ലാഹു അൻഹു മദായിനിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ പോയപ്പോ അടിയൊഴുക്കുള്ള ഒരു പുഴയെ കടക്കേണ്ടതുണ്ടായിരുന്നു. അവർക്ക് അടിയൊഴുക്കുള്ള അതിശക്തമായ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു പുഴയുടെ സമീപത്ത് വന്ന് നിന്ന് സയ്യിദ് റളിയല്ലാഹുവിനോട് അനുയായികളെ ചോദിച്ചു, സയ്യിദേ, ഈ പുഴ കടക്കാൻ പാലമില്ല,
ഈ പുഴ കടക്കാൻ തോണിയില്ല, ഈ പുഴ കടക്കാൻ സംവിധാനങ്ങളില്ല, ഈ പുഴ കടക്കാൻ നീന്തമറിയില്ല. മരുഭൂമിയുടെ മരുപ്പച്ചയിൽ ഊഷരഭൂമിയിൽ ഊഷരഹൃദയം പേർ ജീവിച്ച ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ എന്തു ചെയ്യും? സൈദർലാനി ചോദിച്ചൊരു ചോദ്യം, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, നമ്മൾ ആവേശം കൊള്ളുന്നു ആ ചോദ്യത്തില്. സൈദർലാനി ചോദിച്ചു, ആരുടെ മതമാണ്, ആരുടെ ആദർശമാണ് ലോകത്തോട് നമ്മൾ പ്രബോധനം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ആദർശമാണ്, അള്ളാഹുവിന്റെ പുഴയാണിത്, അള്ളാഹുവിന്റെ മഴയാണിത്, അള്ളാഹുവാണ് അടിയൊഴുക്കുണ്ടാക്കിയത്. അത് നമുക്ക് തടസ്സമാവില്ല. പരമകാരുണികന്റെ നാമത്തിൽ ബിസ്മി ചൊല്ലി ഇറങ്ങും ഞാൻ, നിങ്ങൾ എന്നെ പിന്തുടരുമോ എന്ന് ലോകത്തിലെ യൂറോപ്യന്മാർ എഴുതി വെച്ചു. മിറാക്കിൾ ഓഫ് മിറാക്കിൾ. സൈദർലാന്റെ പിന്നിൽ ആ ഇയാമ്പാട്ടകളെ പോലെ ആ ജനത കടന്നു ചെന്നപ്പോ അവരെ കണ്ട് പേടിച്ച മറുഭാഗത്ത് മദായിനിലെ ജനം ഓടിപ്പോയ ചരിത്രം ഇന്നലകളുടേതല്ല, കഥയല്ല, കവിതയല്ല, ഭാവനയല്ല. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തിന് നേടി ജീവിച്ച പ്രവാചക തിരുമേനി വാർത്തെടുത്ത ഒരു ജനപദമായിരുന്നു അവർ. ആ ജനപദത്തിന് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ചാബല്യങ്ങളുടെ അവസ്ഥയിൽ അവർ ജീവിച്ചു പോന്നു. മദ്യം അവർക്ക് ജീവൽ ഗന്ധിയായിരുന്നു, മധുരാക്ഷി അവർക്ക് ജീവൽ ഗന്ധിയായിരുന്നു, പലിശ അവർക്ക് ഒഴിച്ചുകൂടാനാകാത്തതായിരുന്നു. നൂറ്റാണ്ടുകളോളം ഒരു കയറിന് വേണ്ടി യുദ്ധം ചെയ്തവരായിരുന്നു അവർ. പക്ഷേ അവരെ മാറ്റിയെടുത്തു. എന്ത്? അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ ഇവിടെ ആലോചിച്ചു പോയൊരു കാര്യം, വിശുദ്ധ ഖുർആനിന്റെ 2 വക്തിലെ നിസ്കാരം ഇവിടെ നിർവഹിക്കപ്പെട്ടു. അൽ ഖാരിയ മൽ ഖാരിയ, ആ അധ്യായമൊക്കെ കേട്ടപ്പോ പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട അമുസ്ലിം ബാലനും സുരേന്ദ്രനും ആ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇല്ല, അവന് മദ്യപിക്കാനാവില്ല, ഇല്ല, അവന് വ്യഭിചരിക്കാനാവില്ല. വിശുദ്ധ ഖുർആനിന്റെ അനുയായിയായ മുസ്ലിമിനെ പൊന്നാനിയുടെ കള്ളിഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കാനാവില്ല, വേശ്യാലയത്തിന് മുമ്പിൽ ക്യൂ നിൽക്കാനാവില്ല, ചാനലുകൾ വിളമ്പിത്തരുന്ന വൃത്തികളുടെ മുമ്പിൽ അവന് ഇരിക്കാനാവില്ല, ഭാര്യയെ ചതിക്കാൻ അവനാവില്ല, ഭർത്താവിനെ ചതിക്കാൻ ഭാര്യക്കാവില്ല, മക്കളെ നോക്കാതിരിക്കാൻ പിതാക്കന്മാർക്കാവില്ല. അവർ ജീവിതത്തെ തിരിച്ചറിയും. ഞാൻ ഒന്നുകൂടെ ആലോചിച്ചു പോയി, പടച്ചവനെ, ഈ ആസ്വാദ്യത, ഖുർആനിന്റെ ആസ്വാദ്യത, ഈ സൂറത്തിന്റെ ആസ്വാദ്യത, ലോകത്തെ കിടിലം കൊള്ളിച്ച 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഏറ്റുവാങ്ങിയ, ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ഊഷരഭൂമിയിൽ ജീവിച്ച ഒരു ജനപദം, സാമ്രാജ്യങ്ങളുടെ ചുക്കാൻ പിടിച്ച് ലോകത്തെ നെറുകയിൽ നയിച്ച മഹാന്മാർ. ഇന്നൊരു സൗദി രാജകുമാരൻ ഈ കേരളത്തിന്റെ കരിപ്പൂരിന്റെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞ ഒരു പോയിന്റ്, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ കൈ തലയാടയായി മരുഭൂമിയിൽ കിടന്നപ്പോ രാജ്യങ്ങളുടെ അംബാസിഡർമാർ അദ്ദേഹത്തെ നോക്കി നെടുവീർപ്പിട്ടു. ഇതാണോ കിസ്ര സൈക്കിൾ ചക്രവർത്തിമാർ വിറപ്പിക്കപ്പെട്ട ഉമർ? ഇതാണോ ഈ ദുർബലനായ മനുഷ്യൻ, ഈ തലയാടയില്ലാത്ത മനുഷ്യൻ, ഈ കൊട്ടാരമില്ലാത്ത മനുഷ്യൻ? അതായിരുന്നു ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് താമസിക്കുന്ന വീടിന് കോടികളുടെ വിലയുണ്ടാകാം, സഞ്ചരിക്കുന്ന വാഹനത്തിന് ലക്ഷങ്ങളുടെ വിലയുണ്ടാകാം, നമ്മുടെ കയ്യിലെ മൊബൈലിന് ലക്ഷങ്ങളുടെ വിലയുണ്ടാകാം. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനാസയുടെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ആ മണ്ണിട്ട് അവിടെ തസ്ബീഹ് ചെല്ലുമ്പോ ഓർത്തുപോയ വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഈ സദസ്സിൽ പറഞ്ഞുകൊള്ളട്ടെ. നാളെ ഞാനും നിങ്ങളും ഇതുപോലെ 3 കഷ്ട തുണിയിൽ പൊതിഞ്ഞ് ആർക്കും ആവശ്യമില്ലാത്തവരായി ഒരു മൂലയിൽ കൊണ്ടുപോയി 6 അടി മണ്ണിൽ കബറ് വെട്ടി അവിടെ ഉപേക്ഷിച്ച് കുടുംബങ്ങൾ തിരിച്ചുപോരും, മക്കൾ തിരിച്ചുപോരും, നാട്ടുകാർ തിരിച്ചുപോരും. നമ്മുടെ ജീവിതം ജന്തുക്കളെ പോലെയല്ല, നാക്കാലികളെ പോലെയല്ല. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്, അവൻ എന്തിന് നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന്, അവന്റെ ലക്ഷ്യമെന്താണെന്ന ചോദ്യത്തിന് അതിനുള്ള മറുപടി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് ലോകം എഴുതി വെക്കും. ലോകത്തിന്റെ ഓരോ ഭിത്തികളിൽ വിസ്ഡം എന്ന ശബ്ദമുണ്ടാകും. അമേരിക്കയിൽ, ലണ്ടനിൽ, ഫ്രാൻസിൽ, ഇറ്റലിയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ, ഗ്രാമങ്ങളിൽ ഓരോ മനുഷ്യരും ഈ മെസ്സേജ് കൈമാറും. ഈ കടലിന്റെ സാഗരത്തിന്റെ ഓരച്ചിരിക്കുന്ന 10,000-ങ്ങളെ നാളെ വയല് പറയാൻ ഞങ്ങളല്ല, നിങ്ങളാണ് തയ്യാറാവുക. നിങ്ങൾ സംസാരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ അമുസ്ലിം സഹോദരനോട്, നിങ്ങളുടെ സുഹൃത്തിനോട്, നിങ്ങളുടെ നാട്ടുകാരോട്, നിങ്ങളുടെ ക്ലാസ്മേറ്റിനോട്, നിങ്ങളുടെ അയൽവാസിയോട്, നിങ്ങളുടെ ഇതര മതവിശ്വാസിയോട്
നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ സംവദിക്കുന്നു. എന്റെ നാവുകളിൽ നിന്ന് എന്റെ ബാലേട്ടന്റെ കാതുകളിൽ ഈ ശബ്ദമെത്തുന്നു. ലോകത്തെവിടെയായിരുന്നാലും മനുഷ്യരൊക്കെ എവിടെയൊക്കെ നിലനിൽക്കുന്നുവോ അവിടങ്ങളിലെല്ലാം ഈ ശബ്ദം നമ്മളെത്തുന്നു. ഈ ശബ്ദമെത്തുന്നു. അങ്ങനെ നമ്മൾ ഏറ്റെടുക്കുകയാണത്. ലോകത്ത് നിങ്ങൾക്കറിയാം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അബൂദർ അൽ ഗിഫാരി വന്ന കഥ ചരിത്രത്തിന്റെ ഭാഗമാണ്. അബൂദർ അൽ ഗിഫാരി പ്രവാചക തിരുമേനിയുടെ സന്നിധാനത്തെത്തി. പ്രവാചകന്റെ സന്നിധാനത്തെത്തി ഷഹാദത്ത് കലിമ സ്വീകരിച്ച് പ്രവാചകനിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. സ്വന്തം അനുജനോട്, ഉമ്മയോട്, നാട്ടുകാരോട്, അടുത്ത അഖിലുകാരോട്, എല്ലാവരോടും ഈ ആശയം വെറും ലാ ഇലാഹ ഇല്ലല്ലാ, അതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് അവസാനിച്ചില്ലേ സൂറത്ത് ഹശറിൽ അവസാന ഭാഗം? അല്ലാഹ് ആരാൻ എന്ന് വിശദീകരിച്ചില്ലേ? സുന്ദരമാണ് ഇസ്ലാമിന്റെ ആദർശം. അതുൾക്കൊണ്ട് അബൂദർ അൽ ഗിഫാരി ഗിഫാർ ഗോത്രത്തിലെത്തി. മുഴുവൻ ആളുകൾക്കും ഇസ്ലാം നേർക്കുനേരെ വളച്ചുകെട്ടില്ലാതെ. ഇസ്ലാമിനൊരു പ്രത്യേകതയുണ്ട്, വളച്ചുകെട്ടില്ല, സുതാര്യമാണ്. തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദാ, പ്രകാശപൂരിതമായ ഒരു പാത. തീവ്രവാദമില്ല, ഭീകരവാദമില്ല, വളച്ചുകെട്ടുകളില്ല, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടില്ല. യസ്സിറു, നിങ്ങൾ എളുപ്പമാക്കണം. മാനവ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം 1-2 സംഭവങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകാൻ പറയേണ്ടി വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാനിവിടെ പുളിക്കലിനടുത്ത് അമുസ്ലിങ്ങൾ മാത്രമുള്ള നമ്മുടെ ദേവത്തെത്താത്ത ഒരു പ്രദേശത്ത് പോവുകയുണ്ടായി. അവിടെ ബിംബാരാധനക്കെതിരെ, മദ്യപാനത്തിനെതിരെ ഹൈന്ദവ വേദങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിന് ശേഷം ആ നാട്ടിലെ അമുസ്ലിങ്ങൾ എന്നെ വിളിക്കുകയുണ്ടായി, അവിടുത്തെ മുസ്ലിമീങ്ങൾ എന്നെ വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരുപാട് സ്വാമിജിമാരുണ്ട്, സന്യാസിമാരുണ്ട്, വേദഗ്രന്ഥത്തിൽ മദ്യം അത് പാടില്ല എന്നവർ ഇന്ന് വരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. വേദത്തിൽ, യജുർവേദത്തിൽ ബിംബാരാധന പാടില്ല എന്ന് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കി തരണം. കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയപ്പോ ഒരു ഹിന്ദു പെൺകുട്ടി അവൾ എന്നെ പരിചയമുണ്ട്. അവൾ ആ കാര്യം തുറന്നു പറഞ്ഞു. സംസാരമധ്യേ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ വിവാഹിതയാകാൻ പോവുകയാണ്. ഒരു വിവാഹിതയാകുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ, ഒരു നല്ല ഭാര്യയാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ എന്നെ സഹായിക്കാൻ എന്തോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, മധുരിക്കുന്ന സന്തുഷ്ട കുടുംബം എന്ന ഒരു CD തരാം, മോളത് കേട്ടുനോക്ക് എന്ന്. ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ, നമുക്കൊരു മടിയുണ്ട്. ഞാൻ ഇറങ്ങിയാൽ എന്താകും? നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയും? നാട്ടുകാരെന്തും പറയട്ടെ, ജനത എന്തും പറയട്ടെ, ജനം എന്ത് പറയുമെന്ന വിചാരം, ആ കാരണത്താൽ മാറി നിൽക്കുന്നവർക്ക് വിജയങ്ങളില്ല. വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്റെ ആക്ഷേപങ്ങൾ കേട്ട് ഇല്ല, ഇനി ഞാൻ ഈ കൂട്ടായ്മക്ക് സഹായമില്ല, ഞാനിനി ഇതില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഭാവിയില്ല, നിങ്ങൾ വാലറ്റു പോകും, നിങ്ങൾക്ക് ഭാവിയില്ല. കൂട്ടായ്മയെ, സൗഹൃദത്തിന്റെ, മാനവികതയുടെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടായ്മയെ ലോകത്ത് ശക്തിപ്പെടുത്താനേ സലഫി ലോകം പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ആഗ്രഹം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലാഹുവേ, ഈ വിശുദ്ധ ഖുർആൻ ഈ ഇന്ത്യ രാജ്യത്തെ 121 കോടി മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങളിൽ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ, പ്രവാചകന്റെ കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് ഇസ്ലാം ഇങ്ങോട്ട് വന്നു. കേരളത്തിലെ ജനത അത് നെഞ്ചിലേറ്റി, അതിൽ മനഹജു സലഫിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതാ ഒരു ജനത മുന്നേറുകയാണ്. അല്ലാഹുവേ, നിന്റെ സഹായമാണ് മഴയില്ലാത്ത ഈ അന്തരീക്ഷം. അല്ലാഹുവേ, നിന്റെ സഹായമാണ് ഈ പുരുഷാരം. അല്ലാഹുവേ, നിന്റെ സഹായമാണ് ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളും നേരത്തെ തിരക്കില്ലാതെ എല്ലാം കഴിഞ്ഞ് സന്തോഷപൂർവം പിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ നിസ്സാരമല്ല. റബ്ബിനെ സഹായിക്കാൻ നമ്മൾ തീരുമാനിച്ചു, ദൈവത്തെ നടത്താൻ നമ്മൾ തീരുമാനിച്ചു. ആത്മാർത്ഥമായ കൂട്ടായ്മയുണ്ടായി, ആത്മാർത്ഥമായ ചർച്ചയുണ്ടായി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു, പടച്ചവന് ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ സഹായമുണ്ടായി. അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. നേരത്തെ ഓതിയ ഖുർആനിൽ അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അത് ലംഘിക്കപ്പെടുകയില്ല.
ഞാനിവിടെ പറയുന്നത് നാളെ ഖേദിക്കേണ്ടി വരും. ഈ ബസ്സിൽ കയറാത്തവർ, ഈ ബസ്സിലെ സീറ്റ് റിസർവ് ചെയ്യാത്തവർ, ഈ ബസ്സിലെ കമ്പിക്കെങ്കിലും പിടിച്ചു നിൽക്കാത്തവർ, ഈ ബസ് ഓടിച്ച് നാളെ സുന്ദരമായ ഒരു റൂട്ടിൽ കയറുമ്പോ അന്നാ ബസ്സിനെങ്ങാനും കൈ കാണിച്ച് കയറിയിരുന്നെങ്കിൽ കയറാൻ ബസ് സ്റ്റോപ്പിൽ അവർ നിർത്തിയിരുന്നു. ഞങ്ങൾക്ക് കയറാൻ കഴിയില്ല, പൊയ്ക്കോളൂ, നിങ്ങളുടെ കൂട്ടായ്മയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. ആ റൂട്ടിലേക്ക് പിന്നീട് മനേജു സലഫിന്റെ ഒരു വാഹനം ഞങ്ങൾ പിന്നീട് കണ്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചു, കൈ കാണിച്ചു, അവരെയും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളിതാ ഒരു പുതിയ ലോകത്തിന്റെ കാൽവപ്പിനെ കാതോർത്ത് ഞങ്ങളിതാ മുന്നോട്ട് പോകുന്നു. അല്ലാഹുവേ നീ സാക്ഷിയാൽ, അല്ലാഹുവേ നീ സഹായിച്ചിട്ടുണ്ട്. വക്കമ്മിൻ ഫിയത്തിൻ, എത്രയെത്ര കൊച്ചു സംഘങ്ങളെ, എത്രയെത്ര വലിയ സംഘങ്ങളെ അതിജയിക്കുന്നവരാക്കി. വലിയ സംഘങ്ങളെ അതിജയിച്ച് കൊച്ചു സംഘങ്ങൾ കടന്നുപോയി. സൂറത്ത് അൻഫാലിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? നിങ്ങൾ ഈ വിശ്വാസികൾ 20 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 പേരെ അതിജയിക്കാം. നിങ്ങൾ 200 പേർ വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 അതിജയിക്കാം. വിശ്വാസമുണ്ടാകണം. എന്താ വിശ്വാസം? എന്താ വിശ്വാസം? ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, യുക്തിവാദിയുടെ, നിരീശ്വരവാദിയുടെ, എല്ലാവരെയും സൃഷ്ടിച്ച ഒരു റബ്ബിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒറ്റ പോയിന്റ് കൊണ്ട് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മളെ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് പറയുന്നത് എന്താ? ഒരു പഞ്ചായത്തിന്റെ ദൈവത്തെ പരിചയപ്പെടുത്തിയോ? ഒരു ഗ്രാമത്തിന്റെ ദൈവത്തെ പരിചയപ്പെടുത്തിയോ? ഒരു ജില്ലയുടെ ദൈവത്തെ പരിചയപ്പെടുത്തിയോ? ഇല്ല. നമ്രൂദിന്റെ, ഫിറൌനിന്റെ, ഹാമാന്റെ, അതുപോലെയുള്ള രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പ്രവാചകന്മാർ കയറി ചെന്നു. ആരുടെ പിന്തുണ ഉണ്ടായിരുന്നു? ഏത് ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ടാ മൂസാ നബി ഫിറൌന്റെ കൊട്ടാരത്തിലെത്തിയ മനുഷ്യരെ? ആരുടെ റെക്കമെൻഡിലാ എത്തിയത്? ഇല്ല. പൊയ്ക്കോ, പൊയ്ക്കോ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ശാ. പൊയ്ക്കോ, പൊയ്ക്കോ, അള്ളന്റെ കൂടെ പൊയ്ക്കോ. അവിടെ ചെന്ന് ഫിറൌനോട് പറ. അതാണ് വിഷയം. ഫിറൌനിന്റെ കൊട്ടാരത്തിലെത്തി. രാജകൊട്ടാരം മാറിത്തരണം, ഇത് താഗൂത്തി ഭരണകൂടമാണ് എന്ന് പറയാനല്ല. ഇന്നാ റസൂൽ റബ്ബിൽ ആലമീൻ, ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹാറൂനും, ഞങ്ങളുടെ രണ്ടുപേരും എന്തിനു വന്നതാ? റബ്ബിന്റെ പ്രവാചകന്മാരായി, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച റബ്ബിന്റെ പ്രവാചകന്മാരായി. മങ്ങിയ വെളിച്ചത്തിൽ ആകാശത്തിന്റെ കാർമേഘ കീറിനപ്പുറത്ത് ചന്ദ്രനെ കണ്ടോ നിങ്ങൾ? ആ ചന്ദ്രനെ സൃഷ്ടിച്ച റബ്ബിന്റെ, ആ ചന്ദ്രനെ പരിപാലിക്കുന്ന പരിപാലകന്റെ പ്രവാചകന്മാരായി ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കുന്നു. ഫിറൗൻ ഞെട്ടിപ്പോയി. ഇന്നാ റസൂൽ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിലെ, കേരളത്തിലെ ഒരു ജില്ലയിലെ ദൈവങ്ങളെ വേറെ ജില്ലക്കാർക്ക് അറിയില്ല, ഒരു ഗ്രാമത്തിലെ ദൈവത്തെ വേറൊരാൾക്കറിയില്ല. നേരെ മറിച്ച് മൂസ അലൈഹിസ്സലാം, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ, അവിടെ ചെന്നിട്ട് പറയുന്ന വാചകം എന്താ? ഞങ്ങൾ ലോക പ്രവാചകന്റെ, മുഹമ്മദ് നബീനെ പറ്റി പറയുന്നിടത്ത് സൂറത്ത് ആറാഫ് പറഞ്ഞ എന്താ? ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥന്റെ പ്രവാചകൻ അദ്ദേഹം. നിങ്ങൾ കളിക്കണ കളിയല്ല. പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് ഒരു കത്തുകൊടുത്തയച്ച ലോക്കൽ ചെങ്ങായിയെല്ലാം വന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച പടച്ചോൻ തെരഞ്ഞെടുത്തിട്ട് അയച്ചതാ ആ പ്രവാചകനെ. ആ പ്രവാചകനെ പിൻപറ്റാനാ ബൈബിൾ പറഞ്ഞത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളെടുത്ത് വരില്ല. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥനെ അള്ളാഹു നിങ്ങളുടെ അടുത്തയക്കും. മനസ്സിലായോ? കാര്യസ്ഥനെ അള്ളാഹു നിങ്ങളുടെ അടുത്തയക്കും. അങ്ങനെ കാര്യസ്ഥൻ വന്നാൽ അവനെ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നീതിയെക്കുറിച്ച് പറയും, ന്യായവിധിയെക്കുറിച്ച് പറയും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കടപ്പുറത്തെ സാക്ഷ്യം നിർത്തി അള്ളാഹുവിനെ കുറിച്ച് മൂസാ നബിയുടെ പരാമർശം എന്താ? ഞങ്ങളുടെ ലോകപ്രവാചകന്മാരുടെ, ലോകനാഥന്റെ പ്രവാചകന്മാരാണ്. അപ്പൊ ഫിറൗൻ ഒരു ചോദ്യം ചോദിച്ചു, വളരെ പ്രധാനമാണ്. എല്ലാ ജാതി മത സമൂഹങ്ങളെയും സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു, വളരെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനമാണ്. എന്താ അത്? നോക്കണേ, മൂസാ നബിയോട് ഫിറൗന്റെ ചോദ്യം എന്താ? ഫമാ റബ്ബുൽ ആലമീൻ. അല്ല മൂസ, നീ പരിചയപ്പെടുത്തുന്ന ലോകനാഥനാരാ? ലോകത്തിന്റെ പരിപാലകനാരാ? ഒരു ലോക പരിപാലകനെ പറ്റി പറയണ്ടല്ലോ, അതാരാ എന്ന് ഞാൻ ഈ പുരുഷാരത്തോട്, നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചാലും ഈ പ്രസംഗവും ശേഷം വരുന്നു, നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഞാൻ വളരെ പ്രധാനമായ ഒരു കാര്യം നിങ്ങളോട് പറയാം. അതായത് യൂസുഫ് നബീനെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ? സദസ്സിനോട് ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് നബീനെ കേൾക്കാത്തവരുണ്ടോ വിശ്വാസികളെ? യൂസുഫ് നബീന്റെ സൗന്ദര്യം ഒരു പ്രശ്നമായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം. യൂസുഫ് നബിയെ കുറെ സ്ത്രീകളെ ഇങ്ങനെ നിർത്തിയിട്ട് അവരുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊടുത്തു, ഒരു കത്തിയും കൊടുത്തു. ആപ്പിളും കൊടുത്തു, ഒരു കത്തിയും കൊടുത്തു. മൂർച്ചയുള്ള ഒരു കത്തി, മുറിക്കാൻ മനോഹരമായ ഒരു ആപ്പിൾ. ആ ആപ്പിൾ കൈ കൊടുത്ത് കത്തിയും കൊടുത്തു. യൂസുഫ് നബീനെ അതുവഴി ഇങ്ങനെ കൊണ്ടുവന്നു. സ്ത്രീകളൊക്കെ എന്തേ ചെയ്തേ? യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ മറിമറന്നു.
യൂസുഫ് നബിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ആപ്പിള് മുറിച്ചു. മൂർച്ചയേറിയ കത്തി കൊണ്ട് മുറിച്ചത് വരല. അത് ഈ കടപ്പുറത്ത് സംഗമിച്ചവർക്ക് ഉണ്ടാകരുത്. അതിൽ രണ്ട് പാടാള്. മൂർച്ചയുള്ള കത്തിയാണ് കയ്യിൽ എന്നുള്ള ബോധം, രണ്ട് ആപ്പിളാണ് മുറിക്കുന്നത് എന്നുള്ള ബോധം. ഈ രണ്ട് ബോധവും ഉണ്ടാവുക. യൂസുഫ് നബിന്റെ സൗന്ദര്യം ശ്രദ്ധിച്ചാൽ വിസ്ഡമിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള സൗന്ദര്യങ്ങളും വരവുപോക്കളും ആശ്രയിച്ചാൽ ഈ വിസ്ഡമിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നൊരു മെസ്സേജ് സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ സമ്പത്ത് പലപ്പോഴും നമ്മൾ ആലോചിച്ചില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വിട്ടുപോകും, എല്ലാം ഉപേക്ഷിക്കും, ഒന്നും കൊണ്ടുപോകില്ല. ഒരു നല്ല ഷർട്ട് പോലും, കയ്യിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാച്ച് പോലും, കയ്യിൽ സ്ഥിരമായിട്ടൊരു വെള്ളിമോതിരം പോലും ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഇവിടെ വെച്ചിട്ടാ പോവുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നവരെ രക്ഷ. അതിനാണ് നിങ്ങളെ സമീപിക്കുന്നവരുടെ ബോക്സിൽ, നിങ്ങളുടെ പോക്കറ്റിൽ അത് മുഴുവനും നിക്ഷേപിച്ചാലും അത് നിങ്ങൾക്ക് നഷ്ടമല്ല, ലാഭമാണ്. അത് വളരെ പ്രധാനമാണ്, അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോ മൂസാ നബി ഫിറഔനോട് നടത്തിയൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് വിശ്വത്തിലൂടെ ലോക ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്? ലോകത്തിന് ഏകനായ ഒരു സിട്ടാവുണ്ടെന്ന് പഠിപ്പിക്കലാണ്. ആ സിട്ടാവിന്റെ പ്രത്യേകത എന്താ? റബ്ബുസ് സമാവാതി വല്ലർ വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. റബ്ബുസ് സമാവാതി വല്ലർ വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. അതാണ് മൂസാ നബി നൽകിയ മറുപടി. 26-ാം അധ്യായം സൂറത്ത് ശുറായിലെ 23-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് മൂസാ നബി പറയാണ്, ആകാശങ്ങളുടെ പരിപാലകൻ, 7 ആകാശങ്ങൾ, 7 ഭൂമി, അതിനിടയിലുള്ളത്, അതിനൊക്കെ പരിപാലിക്കുന്നവൻ ആരാണോ അവനാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന സൃഷ്ടാവ്. ഇനി ഈ കോഴിക്കോട് ബീച്ചിൽ ജാതി മതവും മറന്ന് കുറെ ആൾക്കാർ വന്നിട്ട് ഈ 2 പാർശ്വങ്ങളിൽ നിൽക്കണ്ടല്ലോ കുറെ ആൾക്കാർ, സദസ്സിലുണ്ടല്ലോ കുറെ മുസ്ലിങ്ങൾ, എനിക്ക് പരിചയമുള്ളവർ വരെ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഇങ്ങനെ മറുപടി പറയാൻ ഒരു സ്വാമിജിക്ക് ഈ സ്റ്റേജിൽ സാധിക്കും? ഒരു സ്വാമിജിക്ക്, കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സ്വാമിജിക്ക് ഇവിടെ കയറി വന്ന് ഇങ്ങനൊരു, സ്വാമിജി താങ്കൾ പരിചയപ്പെടുത്തുന്ന ദൈവമാരാണ് എന്ന് ചോദിച്ചാൽ, ഈ കണ്ട ആകാശങ്ങളെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സാഗരങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയാൻ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന ശങ്കര ദർശനം പഠിപ്പിക്കുന്ന ഒരു സ്വാമിജിക്ക് സാധിക്കൂ? ഇല്ലെങ്കിൽ അതാണ് വിഷ്ണു. വിഷ്ണുത്തിനത് സാധിക്കും. 1. 2, ഏതെങ്കിലും ഒരു ക്രിസ്തീയ പണ്ഡിതന് ഈ സദസ് കയറി ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ച, യേശുദേവൻ ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമിനെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സംവിധാനിച്ച, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാൻ ഒരു പള്ളിയിൽ ചെന്ന് സാധിക്കൂ? മുസ്ലിമീങ്ങളിൽ തന്നെ അള്ളാഹു ഇപ്പതാ തൊട്ടടുത്ത് അപ്പവാണിപ നേർച്ചടക്കുകയാണ്. അപ്പം തിന്നുന്നുണ്ട് എന്നല്ലാതെ വേറൊന്നും മനുഷ്യന്മാർക്ക് വിവരില്ല. ആണും പെണ്ണും മോരും മുദ്രയും പോലെ കൂടിക്കലരുകയാണ്. മനുഷ്യരെ സമുദ്ധരിക്കാനാണ് വിഷ്ടം. സഹോദരങ്ങളെ, ലോകത്തോട് വിട പറയുന്ന പ്രവാചക ചക്രവർത്തി പറഞ്ഞ അല്ലാഹുമ്മ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഐദാ, അല്ലാഹുവേ എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രാക്കരുതേ. അപ്പവാണിപ നേർച്ച ആണും പെണ്ണും കൂടിക്കലർന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗം കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ചെന്ന സഹോദരങ്ങളെ, ഈ ജീർണതയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ ആ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബടക്കുണ്ട്, അത് കേൾക്കാൻ പെണ്ണുങ്ങളില്ല. ആ പള്ളിയിൽ നിസ്കാരം നടക്കുന്നുണ്ട്, അവിടെ നിസ്കരിക്കാൻ മറവെച്ചെങ്കിലും സ്ത്രീകളില്ല. അവിടെ ദർഗയിൽ സുജൂദ് ചെയ്യുന്നു ആണും പെണ്ണും ഒരുമിച്ച്. ഇന്ന് കണ്ട 3 വട്ടം കണ്ട കാഴ്ചയെ ഞാൻ പറയും. ഇന്ന് 3 വട്ടം സാക്ഷ്യം വഹിച്ച കാഴ്ച ഇസ്ലാം അല്ലേ ഇത്? സമൂഹത്തോട് ഇത് ഉറക്ക പറയാൻ, വിളിച്ചു പറയാൻ, ശിർക്കിന്റെ സകല മേഖലകളിൽ നിന്നും മാനവതയെ മോചിപ്പിക്കാൻ പ്രവാചകന്മാർ നടത്തിയ പോരാട്ടം, അതാണ് നമ്മുടെ പോരാട്ടം. അതാണ് 1ാമത്തെ പോരാട്ടം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന പടച്ചോനാരാ? നമുക്ക് പറയാൻ പറ്റും, മാധവ, നിന്റെ ഹൃദയത്തെയും നിന്റെ ആന്തരിക അവയവങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതാരാണോ അവൻ തന്നെയാണ് എന്റെ ആന്തരിക അവയവത്തെയും സൃഷ്ടിച്ചത്. അവനാണ് ലോകത്തിന്റെ തമ്പുരാൻ. അന്തം തമഹ പ്രവിശംതിയേ സമ്പുത്യമുപാസതേ തതോബുയ ഇബദേ യഹുസംബുദ്യാമ്രദഹ. ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ അറിയണം. നമ്മൾ അറിഞ്ഞ ഒരു വിജ്ഞാനം. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ നേതാവിൽപ്പെട്ട ഒരാൾ പറഞ്ഞല്ലോ, അറിവ്
ആ അറിവില്ലാത്ത ഒരു സമൂഹത്തെ സമുദ്രിക്കുക. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. വേദഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുക്കൾ പറയാണെന്ത്? കല്ല്, മുള്ള്, മുരട്, മൂർക്കൻ പാമ്പ് ഇതിനൊക്കെ ആരാധിച്ചാൽ നരകത്തിലാ പോവുകയാണ്. കേനോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്ത് പറയാം. സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഋഗ്വേദം 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ പറയാ. തസ്യ പ്രതിമാസ്തി എന്ന് യജുർവേദം 32ാം അധ്യായം 3ാമത്തെ വചനത്ത് പറയാ. അത് പഠിച്ച ഞാനും നിങ്ങളും അത് ഉദ്ധരിക്കണ്ടാന്നോ? അത് അവരെ പറഞ്ഞു കൊടുത്തവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? മനുഷ്യരോട് നമുക്ക് പറയാനുള്ള എന്താ? ആകാശഭൂമികളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവില്ലേ? ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് ഇവിടെയും പറയണു. സായിബാബ മരിച്ചു. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി വീക്കായിട്ടാണ് അദ്ദേഹം മരിച്ച്. ആന്തരികവങ്ങൾ നശിച്ചു ബോധരഹിതനായി. പിന്നീട് ഒരിക്കലും മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്തുണ്ടായിട്ടില്ല? എന്റെ ആന്തരികവൻ നശിച്ചിട്ടാണ് ഞാൻ മരിച്ചതെന്ന് പോലും അയാൾ അറിഞ്ഞിട്ടില്ല. കാരണം വീണ് ബോധം കെട്ട് പിന്നെ 10 ദിവസം കിടന്ന് മരിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഭക്ഷണം ആവശ്യമുള്ള, വെള്ളം ആവശ്യമുള്ള, നമ്മളെപ്പോലെ മലദ്വാരമുള്ള, നമ്മളെപ്പോലെ ടോയ്ലറ്റ് പോകേണ്ടി വരുന്ന, നമ്മളെപ്പോലെ പ്രഷറും ഷുഗറുമുള്ള മനുഷ്യന്മാരെ ദൈവമാക്കുന്നവരെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അവർ മരിക്കുമ്പോ സായിബാബ മരിച്ചപ്പോ ദുഃഖിച്ചില്ലേ മനുഷ്യരെ? പടച്ചോനെ ആരാധിക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി സഹാബത്ത് ആ തിരുശരീരം കിടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, പച്ചയായി പറയാൻ ഞാൻ ലോകത്തോട്, ഇതാ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അല്ല, സർവ്വലോകത്തിന്റെ നാഥനെയാണോ? ഹയ്യുൽ ലാ യമൂത്ത്, അവന് മരണമില്ല. ഇന്ന് വിഷ്ണം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ മുസ്ലിങ്ങളോട് അയൽവാസിയായ മാധവൻ വന്ന് പറയോ, നിങ്ങൾ ആരാധിച്ച അള്ളാഹു 8:30 മരിച്ചുപോയി. നഊദു ബില്ലാ, അങ്ങനെ ഒരു അവസ്ഥ പടച്ചോനില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹു. ഏതെങ്കിലും ഒരു പാമ്പ് ലോകത്തിന്ന് വരെ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? മഹാബുദ്ധിജീവിയായ മനുഷ്യനെ. ലോകത്തിലെ ഏതെങ്കിലും ഒരു പശു മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടോ? രാഷ്ട്രപതിയും രാഷ്ട്ര നേതാക്കന്മാരും സാഹിത്യകാരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരും മനുഷ്യ ദൈവങ്ങളുടെ കാല് കഴുകി കുടിക്കുന്ന കപടാത്മീയത അരങ്ങ് തകർക്കുന്ന ലോകം. മുസ്ലിം നാമധാരികൾ പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ, ചട്ടിയും മുടിയൊക്കെ കൊണ്ടുവന്ന പുരോഹിതൻ ഷാർജയിൽ ഒരാളെ ചെന്ന് കണ്ടു. 5 കോടി പ്രഖ്യാപിച്ചു പ്രവാചകന്റെ ആസാർ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന്. നിങ്ങൾ ആലോചിക്കണം, ഈ ആത്മീയ കച്ചവടം നടക്കുന്ന ഒരു ലോകത്ത് ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ പ്രവാചകൻ വന്ന അതിനാ. അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മനുഷ്യന്റെ കൗടംബിക പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്, ശാന്തി എന്നാണ്. കുടുംബരംഗത്ത് സമാധാനം, സാമൂഹ്യ രംഗത്ത് സമാധാനം, ജീവിതത്തിന്റെ സകല മേഖലകളിലും സമാധാനം. ഞാൻ പലപ്പോഴും വിചാരിച്ചു പോയി, സഹോദരങ്ങളെ, ഈ മദ്യപാനികളായ മനുഷ്യരോട് ആര് സംസാരിക്കും? ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യന്റെ പ്രശ്നം, മനുഷ്യരുടെ പ്രശ്നം ആര് സംസാരിക്കും? അമ്മ ഓടി ഒളിക്കുന്നു, അച്ഛൻ ഓടി ഒളി. അച്ഛൻ കൊണ്ടുവച്ച മദ്യം കുടിച്ച് 8 വയസ്സുകാരൻ മരിച്ചിട്ട് കേരളത്തിന്റെ നേതാക്കന്മാരും മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഞെട്ടിയോ? 6 വയസ്സുകാരൻ മദ്യപിച്ച് ബോധം കെട്ടപ്പോ ഞെട്ടിയോ? 40,000-ലധികം വരുന്ന 2-3 വയസ്സുള്ള പെൺകുട്ടികൾ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ഞെട്ടിയോ? ഈ പെരുവണ്ണാമൊഴിയിൽ ആത്മഹത്യക്ക് വിധേയമായ സെക്സ് റാക്കറ്റിൽപ്പെട്ട മക്കളെ എഴുതി വെച്ചില്ലേ? ഒരു മകളെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചില്ലേ? ഉമ്മ, ഉപ്പ, മാപ്പാക്കളെ, മരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, എന്റെ ഖബർ ശിക്ഷ ലഘൂകരിച്ചു തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണേ ഉപ്പ. ഗതികേട് കൊണ്ടാണ്. സ്വന്തം കൂട്ടുകാരന് വേണ്ടി ഒരിക്കൽ ഡ്രസ് അയച്ച് ശരീരം സൗന്ദര്യം പ്രകടിപ്പിച്ചപ്പോ സഹോദരാ, നഷ്ടപ്പെട്ടു പോയത് ആ കുട്ടിയുടെ ശരീരം ഫോട്ടോ എടുത്തു, അത് വെച്ച് ഭീഷണിപ്പെടുത്തി. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കുന്നത്, ഒരു പ്രതിജ്ഞ എടുക്കുക. നമ്മുടെ സമ്പത്ത് നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ കവലകൾ മുഴുവനും നമ്മുടെ വിഷ്ടമിന്റെ ഭാഗമായി 1 മാസം മുഴുവൻ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് ജീവിതം എന്താണെന്ന തിരിച്ചറിവിലേക്ക്, എന്റെ യൗവനം എന്താണെന്ന തിരിച്ചറിവിലേക്ക് യുവാക്കളെ, 1 മിനിറ്റ് സമയം ഞാൻ അധികം എടുത്തുകൊള്ളട്ടെ. യുവാക്കളെ, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്തിന് അപമാനമാണ്, നിങ്ങൾ കുടുംബത്തിന് അപമാനമാണ്, നിങ്ങൾക്ക് പോലും അപമാനമാണ്. നിങ്ങൾക്ക് വേണ്ടി പോലും എന്ത് ചെയ്തു? ആലയിൽ കെട്ടിയ പശു 8 ലിറ്റർ പാല് ഡെയിലി ചുരത്തുമ്പോ
നിങ്ങൾ മദ്യപിച്ച് ആൽക്കഹോളാണ് ചുരത്തുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യം എത്ര പ്രസക്തമാണ്. എന്തിന് ജീവിക്കുന്നു? അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ ഇടപെടുന്നു, സമൂഹത്തിൽ ഇടപെടുന്നു. പച്ചയായി വിസ്റ്റമിനെ കുറിച്ച് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിലേക്ക് വളച്ചുകെട്ടില്ലാത്ത നല്ല മനുഷ്യരുടെ ഇടപെടൽ, നല്ല മനസ്സിന്റെ ശുദ്ധിയുള്ളവരുടെ ഇടപെടൽ, ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല അധർമ്മങ്ങളിലുമുള്ള ഒരു ഇടപെടൽ, അതാണ് വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഇനി നമ്മൾ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കുന്നു, ഇന്നു മുതൽ ഞാൻ ഓരോരുത്തരും നിർദ്ദേശം വന്നാലുമില്ലെങ്കിലും ഈ മെസ്സേജ് ജനങ്ങളെ അറിയിക്കുന്നവൻ ഞാനായിരിക്കും. എന്റെ സമ്പത്തായിരിക്കും ഏറ്റവും മുന്നിൽ. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗം പകരം തരാമെന്ന കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തെയും സമ്പത്തിനെയും അല്ലാഹു വിലക്കെടുത്തു. യുവാക്കളെ, യുവതികളെ, തീരുമാനിക്കൂ. പടച്ചവന് സമർപ്പിതമായ ഒരു ജീവിതം തുടരുമെന്ന് പ്രാർത്ഥിക്കുക, മുന്നേറുക, അധ്വാനിക്കുക, ആക്ഷേപങ്ങളെ മാറ്റി നിർത്തുക. ഇസ്ലാം മാത്രമാകട്ടെ നമ്മുടെ ലക്ഷ്യം, സ്വർഗം മാത്രമാകട്ടെ നമ്മുടെ പരമലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുത്തക്കികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സകല ജാതി മത സമൂഹങ്ങൾക്കും ഈ ആദർശം കിട്ടുന്ന അശ്രാന്ത പരിശ്രമത്തിന്റെ മഹാ തുടക്കമായി ഈ സംഗമം പരിണമിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.